ഇനി കഥ പറയും നീ പറയൂ അർദ്ധനിമീലിത മിഴികളിലും അശ്രുബിന്ദുവൻ ഇതെന്താ സുനി? ഇതെന്താ നീ അവളോട് ചോദിച്ചിരിക്കണേ? ഇന്നലത്തേതിൽ നിനക്ക് സാറ്റിസ്ഫാക്ഷൻ ആയോന്ന്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. നീ ഇതുവരെ എന്നോട് കാര്യം ചോദിച്ചിട്ടുണ്ടോ? നിന്നോട് ആരാ ഫോൺ എടുക്കാൻ പറഞ്ഞു? എപ്പോഴെങ്കിലും നീ ഒന്ന് സംസാരിച്ചല്ലോ. കഴിഞ്ഞ 6 മാസമായി നീ വീട്ടിൽ ചിരിച്ചിട്ട്, നമ്മുടെ കുഞ്ഞിനെ ഒന്ന് എടുത്തിട്ട്, ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട്. നീ ഇതൊക്കെ കാണിക്കുന്നത് അവൾക്ക് വേണ്ടിയല്ലേ? ഒരു കുഞ്ഞും ഭാര്യയൊക്കെയുള്ള ഒരാളെ പ്രണയിച്ച് വഞ്ചിച്ച് കൂടെ കൂട്ടി, അതും സ്വന്തം ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച അവൾക്ക് വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത്? ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ ഒന്നുണ്ട്, ഇനി എനിക്ക് ഈ വിഡ്ഢിവേഷം കെട്ടാൻ പറ്റില്ല. നിന്റെ ഭാര്യ എന്ന ഈ വിഡ്ഢിവേഷം ഉണ്ടല്ലോ, അതെനിക്കിനി കെട്ടാൻ പറ്റില്ല. നീയും ഞാനും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെന്ന് കരുതിയിട്ടാ നമ്മുടെ മാതാപിതാക്കള് ഇപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കുന്നത്. പക്ഷെ നമ്മളോ, 2 പേരും 2 റൂമില്. നീ ഫുഡ് കഴിക്കുന്നില്ല. എന്തിന്? ഞാൻ പ്രസവിച്ചതാണെന്ന പേരില് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് നോക്കുന്ന പോലില്ല നീ. ഇനി ഇത് പറ്റില്ല. എനിക്ക് ഡിവോഴ്സ് വേണം. ഇനി ഇങ്ങനെ 2 പേരും മുന്നോട്ട് പോകാൻ പറ്റില്ല. 2 പേരും മ്യൂച്വലായിട്ടാ ഈ വീടിന് പൈസ ചിലവാക്കിയിട്ടുള്ളത്. ഒന്നെങ്കിൽ നീ, അല്ലെങ്കിൽ ഞാൻ. നിനക്ക് തീരുമാനിക്കാം. പക്ഷേ ഈ റൂമിൽ ഞാൻ ആദ്യം ഇറങ്ങിയ ചെയ്യുന്നത് നിന്റെ അമ്മയെ വിളിച്ച് ഇക്കാര്യം പറയല. ഇനി ഈ വിഡ്ഢിവേഷം കെട്ടാൻ എന്നെ കിട്ടില്ല. സാറ്റിസ്ഫാക്ഷൻ.